ഞാൻ ഡോക്ടർ ഷാംലി. ഇന്ന് യാദൃശ്ചികമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലബ് എഫ് എമ്മിൽ ഹെൽമെറ്റ് ക്യാമ്പയിൻ നടക്കുന്നത് കേൾക്കാനിടയായി. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഹെൽമെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന്റെ ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഒട്ടുമിക്ക ആളുകൾ ഇന്ന് ഹെൽമെറ്റ് ധരിക്കുന്നവരാണ്. എന്നാൽ അത് നമ്മുടെ സേഫ്റ്റിക്ക് അപ്പുറത്ത് മോട്ടോർ വകുപ്പിന്റെ ഒരു ഫൈൻ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽമെറ്റ് വാങ്ങുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു ആക്സിഡന്റ് ആയാൽ തന്നെ ശരീരത്തിൽ വേറെ എവിടെയും നമുക്കൊരു ഇഞ്ചുറി സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും തലയിൽ ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് തലയ്ക്കുണ്ടായ ഒരു ഇഞ്ചുറി കാരണം പല ആക്സിഡന്റ്സും മരണത്തിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസും ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്നാമത്തത് BIS അല്ലെങ്കിൽ ISI സർട്ടിഫിക്കേഷൻ ഉള്ളതായിരിക്കണം ഹെൽമെറ്റ്. ഇത് നമ്മുടെ സേഫ്റ്റിയെ ഉറപ്പുവരുത്തുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. രണ്ടാമത്തത് ഹെൽമെറ്റിന്റെ ഫിറ്റിംഗ് ആണ്. ഒരുപാട് ലൂസുള്ള ഹെൽമെറ്റ് ധരിക്കാൻ പാടില്ല. നമ്മളത് വാങ്ങിക്കുമ്പോൾ തലയോട് ചേർന്നിരിക്കാനും എന്നാൽ തലയ്ക്ക് വേദന ഇല്ലാത്ത രീതിയിലും ആയിരിക്കണം. ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇളകി പോകാനും അതിനൊരു കുലുക്കം സംഭവിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെൽമെറ്റിന്റെ ഷെൽ അല്ലെങ്കിൽ പാഡിങ് വളരെ കട്ടിയുള്ളതായിരിക്കണം. അതിന്റെ പോളികാർബണേറ്റ് അല്ലെങ്കിൽ കോമ്പസിറ്റ് പോലുള്ള മെറ്റീരിയൽസ് കൊണ്ടായിരിക്കണം ഹെൽമെറ്റിന്റെ ഷീൽഡിംഗ് ഉണ്ടാക്കേണ്ടത്. ഇത് നമ്മുടെ ഇഞ്ചുറിയുടെ ആഘാതത്തെ കുറയ്ക്കാൻ സഹായിക്കും. നാലാമത്തത് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കത്തക്ക രീതിയിലായിരിക്കണം അതിന്റെ എയർ ഫ്ലോയും വെന്റിലേഷൻ. ഇനി അടുത്തത് ഹെൽമെറ്റിന്റെ കവറേജ് ആണ്. ഇന്ന് മാർക്കറ്റിൽ 4 തരത്തിലുള്ള കവറേജ് ഉള്ള ഹെൽമെറ്റ് അവൈലബിൾ ആണ്. ഒന്നാമത്തത് എൻറ്റയർ കവറേജ് ഉള്ള, അത് ഫുൾ കവറേജ് ഉള്ള ഒരു ഹെൽമെറ്റ്. അതിൽ നമ്മുടെ എൻറ്റയർ ഹെഡ്, ഫേസ്, ചിന്നൊക്കെ കവർ ആകും. ഇതിന്റെ വേറൊരു ടൈപ്പാണ് മോഡുലാർ ഫ്ലിപ്പ് അപ്പ് കവറേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫേസിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് ഉണ്ടാവും. അത് നമുക്ക് മുകളിലേക്ക് ഉയർത്താൻ സാധിക്കും. മൂന്നാമത്തത് ഓപ്പൺ ഫേസ് കവറേജ് ഹെൽമെറ്റ് ആണ്. അത് നമ്മുടെ തലയുടെ ഫ്രണ്ടും ബാക്കും കവർ ആകും. എന്നാൽ നമ്മുടെ താടിയല്ലോ ഫേസോ കവർ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ താടിയെല്ലിനോ മുഖത്തും ഒരു ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഹാഫ് കവറേജ് ഹെൽമെറ്റ് ആണ്. അത് നമ്മുടെ തലയുടെ മുകളിലെ വശത്ത് മാത്രമാണ് കവർ ആകുന്നത്. ഇത് തീരെ സേഫ്റ്റി ഇല്ലാത്ത ഒരു ഹെൽമെറ്റ് ആണ്. ഇനി നമ്മൾ എപ്പോഴും ഹെൽമെറ്റ് ധരിക്കുമ്പോൾ നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കിലോമീറ്റേഴ്സ് കുറവാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന റോഡിൽ അധികം വാഹനം ഇല്ലെന്ന് നോക്കിയിട്ടായിരിക്കരുത്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ഫുൾ കവറേജ് ഉള്ള ഒരു ഹെൽമെറ്റും നമ്മൾ ധരിക്കുന്ന സമയത്ത് അതിന്റെ സ്ട്രാപ്പ് ടൈറ്റ് ആയിട്ട് ഇടാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഹെൽമെറ്റ് വാങ്ങിക്കൊടുക്കുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണം. അതിന്റെ കൂടെ അധികം ഭാരമില്ലാത്തതും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു സ്ട്രാപ്പ് ഉള്ള ഒരു ഹെൽമെറ്റുമായിരിക്കണം വാങ്ങേണ്ടത്. ഹെൽമെറ്റ് നമ്മൾ ധരിക്കുന്നത് ഒരിക്കലും ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ അവർ ഓൺ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതമായി റോഡുകളിൽ സഞ്ചരിക്കാൻ പ്രത്യേകം നോക്കുക.